ഇങ്ങനെ ടെമ്പറേച്ചർ കാണിക്കുന്ന ഫ്ലാസ്ക് നമ്മുടെയൊക്കെ വീടുകളിൽ കാണും. അത് ടെമ്പറേച്ചർ കാട്ടാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ബോർഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്കത് കാണിക്കാതെ വരാം. ചിലത് ബാറ്ററി കഴിഞ്ഞതായിരിക്കാം. എന്തായാലും ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഫ്ലാസ്കിൻ്റെ അടപ്പ് ഇതുപോലെ ഊരിയെടുത്തതിന് ശേഷം ഫ്ലാസ്കിൻ്റെ മേലെ തിരിച്ച് വെച്ചത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഔട്ട് സൈഡിൽ മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ലെയർ, ആ റൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഊരി വരും. ഊരി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ മേലെ കാണുന്ന ഗ്ലാസ് സെപ്പറേറ്റ് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. അത് പോന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ സൗണ്ട് ഉണ്ടായിരുന്നു. ഇത് താഴെ വീണ് കേട് വന്ന ഫ്ലാസ്ക്കാണ്. ഇതിൻ്റെ ബോർഡ് ഇത് ഇപ്പോൾ അഴിച്ച് നോക്കുന്ന സമയത്ത് കണ്ടോ, അതിൻ്റെ ബാറ്ററി സെപ്പറേറ്റായിട്ട് അതിന് വീണ് കിടക്കുകയാണ്. അതുപോലെ തന്നെ ബാറ്ററി ഇടുന്ന ഒരു ക്ലാമ്പ് ഉണ്ട്, അതിൽ ബാറ്ററീനെ അതിൽ സേഫായിട്ട് വെക്കുന്ന ഒരു കറക്റ്റ് പൊസിഷനിൽ വെക്കുന്ന ക്ലാമ്പ്, അത് ഊരി പോന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ശരിയാക്കാം നോക്കാം. ഓക്കെ, ആ ക്ലാമ്പ് നമ്മൾ അതേ കറക്റ്റ് പൊസിഷനിൽ തന്നെ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന അതേ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. സോൾഡർ ചെയ്ത ശേഷം നമ്മൾ ഇതിലുണ്ടായിരുന്ന ബാറ്ററി തന്നെ ഇട്ട് നോക്കുകയാണ്. പഴയ ബാറ്ററി ആയതുകൊണ്ട് ചാർജ് ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും ഇത് പഴയ ബാറ്ററി പകരം പുതിയൊരു ബാറ്ററി വാങ്ങി ഞാനതിലിട്ടു. ഇതിപ്പോൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് സംഭവം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലത്തെ ഫ്ലാസ്കിൻ്റെ ബാറ്ററി ഇതുപോലെ മാറ്റിയിടാനും നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ അത് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ.